ഇതെന്താന്നല്ലേ? സോസേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റാലിയൻ സ്പൈസി സോസേജ്. അപ്പൊ ഈ സോസേജ് വെച്ച് നമുക്കൊന്ന് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ? നമ്മുടെ ബിരിയാണിയുടെ ഒരു അളിയെന്നോ ആങ്ങളാന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം. ആ സ്റ്റൈലില് സോക്കേണ്ട കാര്യമൊന്നുമില്ല. നേരിട്ട് നമുക്ക് റൈസ് ഇട്ട് നമുക്ക് ഈ സാധനം റെഡിയാക്കാം. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമ്മൾ ഈ റൈസ് ഉണ്ടാക്കേണ്ടത് 4 പേർക്കാണ് കേട്ടോ. ഒരു പാൻ മീഡിയം ചൂടിലിടുക, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. അത് കഴിഞ്ഞാൽ 1.5 സബോള, 4 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, പിന്നെ ചില്ലി സ്ലൈസ് ചെയ്തത്. ഒരു 6-7 മിനിറ്റ് സോട്ട് ചെയ്യാം. അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരും. അത് കഴിഞ്ഞാൽ സ്ലൈസ് ചെയ്ത പെപ്പർ ഒരു 1/2. അത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ്. അത് കഴിഞ്ഞാൽ അതിനെ സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സോസേജ് സ്പൈസി 4 എണ്ണം. അതിൻ്റെ ആ സ്കിന്നുണ്ടല്ലോ അതാണ് കളയാം. അപ്പോഴാണ് ആ ടേസ്റ്റ് സൂപ്പറാവുള്ളൂ. നിങ്ങൾക്ക് ഏത് സോസേജ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നന്നായി ചൂട് കൂട്ടിയത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് അതങ്ങോട്ട് ഇടാം. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അരി, ഞാനിവിടെ ജീരകശാല നല്ല അരിയാണ് എടുത്താണ്, ഒരു 3 ടൈം വാഷ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ റൈസ് അങ്ങോട്ട് ആഡ് ചെയ്യുക. സോക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനി വേറെ ഏത് അരി വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 3 ടീസ്പൂൺ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, അതും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. അപ്പോൾ റൈസ് കുക്കായിട്ടുണ്ടാവും. 4 കപ്പ് വെള്ളം അങ്ങോട്ട് ചേർത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി പിടിപ്പിച്ചേക്കാം. അത് കഴിഞ്ഞാൽ ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കാം. അത് കഴിഞ്ഞാൽ ആ വെള്ളവും അരിയും ഒരേപോലെ ആവുമ്പോൾ അങ്ങോട്ട് മിക്സ് ചെയ്ത് ആണ്ട് പൊത്തി വെച്ച് അടച്ച് ഏറ്റവും ലോ ടെമ്പറേച്ചറിലിട്ട് ഒരു 20 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. 1 കപ്പ് ഗ്രീൻ പീസ്, പിന്നെ നമ്മുടെ ചുമപ്പ പെപ്പർ ഡൈസ് ചെയ്തത്, പിന്നെ 1 തക്കാളി അതും ഡൈസ് ചെയ്തിട്ട് അടച്ചു വെച്ചേക്ക് ഒരു 15 മിനിറ്റോളം. അത് കഴിഞ്ഞാൽ തുറന്ന് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ആ അടിപൊളി റൈസ് റെഡി കേട്ടോ. ഇത് കിട്ടില്ല റൈസാണ് കേട്ടോ. ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സോസേജ് റൈസ് റെഡി. ആ ചൂടോടുകൂടി ആ സ്മെല്ലൊക്കെ അടിച്ചിട്ട് തിന്നുമ്പോ അതൊരു വേറൊരു ടേസ്റ്റ് അല്ലേ. നമുക്ക് ഇന്ന് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കളർഫുൾ ആണ്. ഗ്രീൻ പീസ്, സോസേജ്, സബോള, മല്ലിയില, എല്ലാ സാധനവും ഉണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ചൂടാണെങ്കിലും ഞാൻ തിന്നുമ്പോ വേറെ ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു സപ്പോർട്ട്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ, മറക്കല്ലേ. പുതിയ വീഡിയോ. ഓക്കെ, ബൈ.